ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷൻ വർക്കിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മളോട് സെവിനും ഉണ്ട്. ഞാനൊരു ഫെബ്രുവരി 26 തൊട്ടായിരുന്നു. ഒരു 40 ദിവസത്തോളം നമുക്ക് വർക്കുണ്ടായിരുന്നു. അതായത് ഈ ഇലക്ഷൻ്റെ അന്ന് തൊട്ട് ബാക്കിലോട്ട് 41 ദിവസം. 40 ദിവസം. ഈ ഇലക്ഷൻ വർക്കുമായിട്ട് ബന്ധപ്പെടാൻ എങ്ങനെ ആരാണ് പ്രവീണിനെ കോൺടാക്ട് ചെയ്തത്? AKPയുടെ ഒക്കെ സെക്രട്ടറിമാരുണ്ട്. അവരെ നേരിട്ട് AKP ഓൾ കേരള ഫോട്ടോസ് അസോസിയേഷൻ്റെ ഒക്കെ സെക്രട്ടറിമാരെയൊക്കെ നേരിട്ട് കളക്ടറേറ്റിൽ നിന്ന് അറിയിക്കും. ഇങ്ങനെ ഇലക്ഷൻ വരുന്നുണ്ട്, വർക്ക് വരുന്നുണ്ട്, അപ്പം എത്ര ഫോട്ടോഗ്രാഫേഴ്സ് വേണം, വീഡിയോഗ്രാഫേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. ഇപ്പം ഡ്രൈവേഴ്സിന് ഇപ്പം ടാക്സി വണ്ടിക്കാരെ ആണെങ്കിലും അവരുടെ യൂണിയനുകളെ അറിയിച്ചിട്ട് 5 ടാക്സി വേണമെന്ന് MVD നേരിട്ട് വിളിച്ച് പറയുമായിരുന്നു. അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു സെക്രട്ടറി കോട്ടയത്ത് ഒരാളുണ്ടായിരുന്നു, അതുപോലെ തന്നെ വൈക്കത്തെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ വൈക്കത്തെ ആളെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതും വരുന്നതെന്ന് ചോദിച്ചതും വരാൻ പറഞ്ഞതും ഒക്കെ. അതുകൊണ്ട് എനിക്ക് വൈക്കത്താണ് കിട്ടിയത്. നീ നിന്നെ വിളിച്ചു, നീ പോയിട്ട് എന്താ ചെയ്തത്? അവർക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 തരത്തിലുണ്ട്. അതെന്നുവെച്ചാൽ വണ്ടി ചെക്ക് ചെയ്യുന്നത്, അത് നീ കണ്ടിട്ടുണ്ട്. വണ്ടി ചെക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്ററുകളിൽ കീറാൻ നടക്കുന്ന ആൾക്കാരുടെ പോസ്റ്ററുകളെ എണ്ണ എടുക്കുന്ന ടീമുകളെ, അതുപോലെ തന്നെ ഈ വീടുകളിൽ പോയി വോട്ട് ചെയ്യിക്കുന്ന ആൾക്കാരുടെ വീഡിയോ എടുക്കാൻ, അങ്ങനെ എല്ലാത്തിനും ഒരു തെളിവെന്നുള്ള രീതിയിൽ ഒരു വീഡിയോഗ്രാഫർ എല്ലാ ടീമിൻ്റെയും കാണും. ഫ്ലൈയിങ് സ്ക്വാഡ് എന്ന് പറയുന്നവരുണ്ട്, VST അതായത് വീഡിയോ സർവൈലൻസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ വണ്ടിയുടെ മേളിൽ ക്യാമറ വെച്ച് ഓടുന്ന ഒരു ടീമുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഞാനുണ്ടായിരുന്ന VSTയിലായിരുന്നു. അതായത് എനിക്ക് പോസ്റ്ററുകളുടെ എണ്ണ എടുക്കുക, സമ്മേളനങ്ങളുടെ എണ്ണ എടുക്കുക, അപ്പം അതിൻ്റെ കണക്ക് കണക്കാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ പരിപാടി. ബാക്കിയുള്ളവർക്ക് പോസ്റ്റർ കീറാനുള്ളത്, പിന്നെ സമ്മേളനത്തിൽ എന്തെങ്കിലും റോങ് പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്ന ടീമുകളെ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. എനിക്ക് രണ്ടാമത് പറഞ്ഞില്ലായിരുന്നു പോസ്റ്റർ കീറുന്നവരുടെ ഫോട്ടോഗ്രാഫി, അതെനിക്ക് മനസ്സിലായില്ല. അതെന്താണ്? അത് എന്നാ വെച്ചാൽ പോസ്റ്റർ ചിലപ്പോൾ നമ്മുടെ പബ്ലിക് പ്ലേസുകളൊക്കെ ഇല്ലേ, ഇപ്പം ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ്, അല്ലെങ്കിൽ പോസ്റ്റ്, അല്ലെ സ്വകാര്യ വ്യക്തികളോട് അനുവാദം മേടിക്കാതെ വെക്കുക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെക്കുന്ന പോസ്റ്റർ കീറാൻ സാങ്ഷൻ കൊടുത്ത ഒരു ടീമുണ്ട്. അവർ ഒരു ഇന്നോവയിലോ അല്ലെങ്കിൽ ഒരു 7 സീറ്റർ വണ്ടി അവർക്ക് വിട്ടുകൊടുത്തേക്കണം. അതിൻ്റെ അകത്തൊരു പോലീസുകാരൻ കാണും, 1-2 പോലീസുകാർ കാണും, ഡ്രൈവർ കാണും, ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ജോലിക്കാർ ഒരു സാറാണ്. ആ സാറിനെ ഇതിൻ്റെ ഇലക്ഷൻ വർക്കിൻ്റെ സീനിയറായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ ഒരാളും കാണും, ഒരു വീഡിയോഗ്രാഫറും കാണും. അപ്പോൾ അവർക്ക് എവിടെ പോയി വേണമെങ്കിലും ഈ 6 പോസ്റ്റർ വേണമെങ്കിലും റോങ്ങെന്ന് കണ്ടാൽ കീറാം. അതിന് എന്തെങ്കിലും അടിയോ ബഹളമോ ഒക്കെ പാർട്ടിക്കാരല്ലേ, അപ്പോൾ വരുമ്പം അത് തടയാനായിട്ടൊരു പോലീസുകാരനെ വിട്ടേക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, നീ കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ട് സമ്മേളനങ്ങളുടെ പോസ്റ്ററുകളുടെ ഒക്കെ. ആ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അത് എന്താ ചെയ്യുന്നത്? അത് നമ്മൾ ഓരോ ദിവസവും, എനിക്ക് വന്നേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ, അതായത് ഞങ്ങളുടെ വൈക്കത്തെ ഒരു 3 പഞ്ചായത്തുകളാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. വെള്ളൂർ, അങ്ങനെ 3-4, എനിക്ക് കറക്റ്റ് ആ ലൊക്കേഷൻ ആയതുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല, അങ്ങനെ 3 വാർഡല്ല പഞ്ചായത്തുകൾ. അപ്പോൾ ആ സ്ഥലങ്ങളിൽ കൂടെ നടന്ന് ഒരു സ്ഥലത്ത് ചെന്ന് ലൊക്കേഷൻ ചെന്നാൽ അപ്പോൾ 5 പോസ്റ്റർ കാണും. അപ്പോൾ ഇപ്പോൾ ആർക്കൊന്നും അല്ല, നമ്മളൊരു ജംഗ്ഷനിൽ ചെന്നെന്ന് വെച്ചു, അവിടെ പോസ്റ്റർ കാണും, ഫ്ലെക്സ് കാണും, എല്ലാ പാർട്ടിയുടെയും. അപ്പോൾ ഫ്ലെക്സിൻ്റെയും പോസ്റ്ററിൻ്റെയും വാൾ റൈറ്റിങ്ങിൻ്റെ എണ്ണ എടുക്കുക, അതിൻ്റെ സൈസ് എടുക്കുക, എല്ലാം എടുക്കുക, കണക്കാക്കുക, അത് ഒരു തെളിവെന്നുള്ള രീതി അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ആ വീഡിയോ അന്ന് കൊണ്ടുവന്നിട്ട് CDയിലാക്കി പിറ്റേ ദിവസം രാവിലെ കളക്ടറേറ്റിൽ ഇത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഇരിപ്പുണ്ട്. കളക്ടറേറ്റിൻ്റെ ഓപ്പോസിറ്റ് രജിസ്ട്രേഷൻ വിഭാഗം എന്ന് പറഞ്ഞിട്ട് സംഭവത്തിൽ ഇലക്ഷൻ വർക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ പ്രത്യേകം തുറന്നിട്ട് ഇരിക്കുന്നുണ്ട്. അവരുടെ കൊണ്ട് കൊടുക്കണം. അവരത് ചെക്ക് ചെയ്തിട്ട് 12 മണിക്കകം റിപ്പോർട്ട് മേലോട്ട് കൊടുക്കും. അങ്ങനെ എന്നും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വേറൊരു സംശയം എന്താണെന്നറിയുമോ, ഓരോ ദിവസവും വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, എടുക്കുമ്പോഴത്തേനും കൗണ്ട് ചെയ്യുമ്പോഴത്തേനും ഓരോ പാർട്ടിയുടെ ബേസ് വെച്ചാണോ, അതോ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വീഡിയോ എടുക്കുന്നത്? ഓരോ പാർട്ടിക്കും തരംതിരിച്ച്, അതായത് ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് തോമസ് ചാഴികാടൻ LDFിൻ്റെ രീതിയിലാണ്. LDF പാർട്ടിക്ക് ഇത്ര പോസ്റ്റർ കണ്ടു ഈ ലൊക്കേഷനിൽ, UDFിൻ്റെ ആണ് UDFന് ഇത്ര പോസ്റ്റർ, ഇത്ര വാൾ റൈറ്റിംഗ് കണ്ടു, പിന്നെ മറ്റേ BJPയുടെ ആണ് അതിൻ്റെ കണ്ടു, പിന്നെ സ്വതന്ത്രന്മാർ, അത് അങ്ങനെ ഓരോ ആൾക്കാരുടെ ഹെഡ് റേറ്റ്, അതായത് ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ ഇത്ര രൂപ മുടക്കാം, അതുകൊണ്ട് 1 കോടി അടുത്തങ്ങാണ്ട് മുടക്കാം. ആ എമൗണ്ടിൽ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അയാൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതാണ് ഇതിൻ്റെ ലക്ഷ്യം തന്നെ. വേറൊരു ഡൗട്ട് ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില മതിലുകളൊക്കെ ഒന്ന് CPMൻ്റെയും ഒന്ന് കോൺഗ്രസിൻ്റെയും ഒന്ന് അടുത്തടുത്തൊക്കെ 3 വെച്ച് ഒട്ടിക്കാറില്ല, അതെങ്ങനെ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഇറങ്ങി ചെന്നിട്ട് നമ്മൾ ഇത് മുഴുവൻ, ഇപ്പം 6-4ൻ്റെ പോസ്റ്ററാണ്, 6-4ലെ പോസ്റ്റർ ഒരു ബുക്കൽ നമ്മുടെ കൂടെ വരുന്ന സാർ ബുക്കൽ ആദ്യം എഴുതി എടുക്കുന്നത്. 6-4ലെ 10 പോസ്റ്റർ ചിലപ്പോൾ നിരത്തി ഒട്ടിച്ചേക്കുമായിരിക്കും. അപ്പോൾ 6-4ലെ 10 പോസ്റ്റർ, പിന്നെ 2-2 ചെറിയ ചിഹ്നം മാത്രമാണ്, 2-2ൻ്റെ 20 എണ്ണം. അപ്പം LDFിൻ്റെ തന്നെ ആദ്യം എണ്ണും, UDFിൻ്റെ പിന്നെ എണ്ണും, പിന്നെ ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ഫ്ലെക്സ് എണ്ണും,
വലിയ മറ്റേ ഹോർഡിങ് ഇത് കട്ടൗട്ടൊക്കെ ഇല്ലേ, കട്ടൗട്ടൊക്കെ പ്രത്യേകം എഴുതും. അങ്ങനെയാണ്. പിന്നെ ഈ നമ്മുടെ ജാഥകളൊക്കെ വെച്ചില്ലേ, റോഡ് ഷോ, അതിനൊക്കെ വൻ റേറ്റുകളായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം അതുപോലെ തന്നെ മുഖ്യമന്ത്രി വന്നേ അതിനെപ്പറ്റി ഓർക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി മൈക്ക് ഓടിച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്കായിരുന്നു ഉത്തരവാദിത്തം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ള എല്ലാ ടീമുകളും ആ ഫംഗ്ഷനിൽ വന്നു. ഒരു വലിയ ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിക്ക് തന്നെ അവർ ഈടാക്കിയത് 10 ലക്ഷം രൂപ ഞങ്ങൾ കണക്കെഴുതി കൊടുത്തു. പക്ഷേ 10 ഒരു 15 വരണം എന്ന് പറഞ്ഞുകൊണ്ട് കൾഡേറ്റിൽ നിന്ന് വന്നിട്ട് കുറച്ചും കൂടെ കൂട്ടി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ വലിയ സ്റ്റേജ് കണ്ടല്ലോ, ആ മൈക്ക് ഓടിച്ച ഭാഗം, വലിയ സ്റ്റേജ്, അതിൻ്റെ അത് എത്ര കസേര, എത്ര മൈക്ക് സെറ്റ്, സ്പീക്കർ ബോക്സ്, അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ വലിപ്പം, അതെല്ലാം ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് കണക്കെഴുതി എടുത്ത് ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു. ഞങ്ങളുടെ പഞ്ചായത്തിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്കായിരുന്നു അതിൻ്റെ മെയിൻ ഉത്തരവാദിത്വം. പിന്നെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ഒരാളെ പോയല്ലോ എന്ന് ഓർത്തിട്ട് ബാക്കിയുള്ളവരും കൂടെ വന്നു. ഇത്രയും വലിയ മുഖ്യമന്ത്രി വരുന്നതല്ലേ, അങ്ങനെ ഒരു വലിയ ചടങ്ങല്ലേ എന്ന് ഓർത്തിട്ട് ബാക്കിയുള്ളവരും കൂടെ വന്നു. അപ്പോൾ ആരൊക്കെ വന്നു, പടക്കം പൊട്ടിച്ചോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കണം, ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുക്കുകയും ചെയ്യണമായിരുന്നു. ആക്ച്വലി വെച്ചാൽ കണക്കെടുക്കുക, അല്ലാതെ അതിൻ്റെ അത് പ്രസംഗിക്കുന്നതിൻ്റെ അത് റോങ് അല്ല, നമ്മൾ കണക്ക്. അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയൊക്കെ നേതാക്കന്മാർ വരുന്നിടത്തെല്ലാം പോകുന്നുണ്ട്. രമേശ് ചെന്നിത്തല വന്നിടത്തെ, പിന്നെ വളരെ കുറേ ഒരു വിവാദ പ്രസംഗം വന്നു, അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ ഈ 40 ദിവസം എല്ലാ ദിവസവും പോയോ? എല്ലാ ദിവസവും ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ 6 മണി തൊട്ട് 10 മണി വരെ ആണ്. പക്ഷെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു ഇത്ര കൗണ്ട് എണ്ണം കഴിയുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒരു ദിവസം പോകാൻ പറ്റിയില്ല, അപ്പം പ്രവീണിന് ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മനുഷ്യന്മാരാണ്, സാഹചര്യം വന്നാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് അടുത്ത ആളെ വിടണം. അല്ലാതെ ഞാൻ തന്നെ എന്നുള്ളതല്ല, അവിടെ ഒരു വീഡിയോഗ്രാഫറെ വേണം, എൻ്റെ പേരിലാണ് ആ ആളെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പകരം ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ വിടുക എന്നേ ഉള്ളൂ. ഇതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ എവിടുന്നാണ്? ഫണ്ടെന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചേക്കുന്നതുകൊണ്ട് നേരിട്ടാണ് വരുന്നത്, കേരള സർക്കാരല്ല തരുന്നത്. നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു സംഭവം രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റാഫായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നതും വർക്ക് ചെയ്യുന്ന ഒരു ഡ്രൈവറും അല്ലാതെ. അപ്പോൾ അതിനുള്ള ഒരു പ്രത്യേക ID കാർഡും എല്ലാം ഉണ്ടായിരുന്നു, നല്ല പവറും ഉണ്ട് നമുക്ക്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ചെക്കിങ്ങിനൊന്നും എൻ്റെ വണ്ടി പോലീസ് പിടിച്ചിട്ടില്ല. നമുക്ക് ഇലക്ഷൻ കമ്മീഷനാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിഗണന പ്രത്യേകം കിട്ടുന്നുണ്ടായിരുന്നു, എന്ത് ചെയ്യാന്നുള്ള രീതിയായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു ദിവസം ഏറ്റുമാനൂരിൽ നിന്ന് മറ്റേ ഇടുക്കിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ തൊടുപുഴ വെച്ച് പോലീസ് പിടിച്ചായിരുന്നു. അപ്പോൾ പിടിച്ചപ്പോൾ തന്നെ ജസ്റ്റ് എന്താ ഉള്ളത്, എവിടെ പോകാമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ യാത്ര പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഡിക്കിയൊക്കെ നോക്കി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അന്നേരം ക്യാമറമാൻ ഓടി വന്നിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും എടുക്കുന്നത് കാരണം പൈസ ഉണ്ടോ എന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ ടൈം ആകുമ്പോഴത്തേക്കിനും ബ്ലാക്ക് മണി, അതായത് ഫണ്ട് ഒഴുകാനും മദ്യം ഒഴുകാനും അല്ലെ ആയുധങ്ങൾ വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങളെ പിടിച്ചത് ഫ്ലൈയിങ് സ്ക്വാഡാണോ അതോ ചെക്കിങ് സ്ക്വാഡാണോ എന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അപ്പോൾ അവർക്ക് ഒരു വിഭാഗക്കാർക്ക് വണ്ടി ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. അവർക്കൊരു ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അവിടെ ഒരു വഴി സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാം, അതിൻ്റെ വീഡിയോസും എടുക്കണമെന്ന് വെച്ചാൽ ചിലപ്പം അത് കൂടാതെ ഒരു മേളിൽ അവരെയും കൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമറയും കൂടെ കാണും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കോടി പൈസ വന്നു, ഇവരിത് മറിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അതും ചെക്ക് ചെയ്യണം. വെച്ചാൽ ഇവർക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മാത്രമേ ചെക്ക് ചെയ്യാവുള്ളൂ എന്നുള്ളൊരു നിയമം കൂടി ഉണ്ടായിരുന്നു ചിലർക്കൊക്കെ. അങ്ങനെ ചെക്ക് ചെയ്യുന്നതിനകത്തും ചിലപ്പം 5-6 കുപ്പി മദ്യമായിട്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ കഴിക്കാൻ മേടിച്ചാണെങ്കിൽ പോലും അവരത് പിടിക്കാൻ സാധ്യതയുണ്ട്, പിടിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുക, ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ പൈസ കയ്യിലുണ്ടെങ്കിൽ ചോദിക്കും എന്തിനും എങ്ങോട്ടെങ്ങോ പോകുന്നു എന്നതാണെന്നുള്ളതൊക്കെ. എന്നുവെച്ചാൽ എത്രയോ സ്ഥലങ്ങളിൽ പൈസ പിടിച്ചു. മെയിനായിട്ട് ഒരു സ്ഥലത്തോട്ട് ഇലക്ഷൻ ഫണ്ട് ഒഴുക്കുക എന്നുള്ളൊരു സംഭവം എല്ലാ ഇലക്ഷനും വരുന്നുണ്ട്. അപ്പോൾ അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാ ലക്ഷ്യം. ഇത്രയും പൈസ മുടക്കി ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാനൊരു ബാങ്കിൽ നിന്ന് ചെക്ക് വഴി 5 ലക്ഷം രൂപ എടുത്ത് വിചാരിച്ചു. അപ്പോൾ ഞാൻ യാത്ര ചെയ്യുക, യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ പിടിച്ചു. ഞാൻ ഈ ബാങ്കിൽ നിന്ന് എടുത്തു എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫോണിൽ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജൊക്കെ വന്ന് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിടുമോ, അതോ വേറെ ബാങ്കിൽ നിന്ന് തെളിവായിട്ട് ചെല്ലണോ? ശരിക്കും പറഞ്ഞാൽ 2 ലക്ഷത്തിൽ കൂടുതൽ ആരുടെയും കൈ വെക്കരുതെന്നാണ് നിയമം. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്യാവുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു അർജൻറ്റ് സാഹചര്യം വന്നാൽ നമ്മുടെ കയ്യിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിനുള്ളത് ഇപ്പം കയ്യിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്തതിൻ്റെ രേഖ കാണും. പിന്നെ ബാങ്ക് ചെക്കാണ്, ചെക്ക് കൊടുത്തതിൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും വെക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ പൈസ ഇന്ന ആവശ്യത്തിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം എഴുതി വീട്ടിൽ നിന്ന് ഒപ്പിട്ട് കൊണ്ടുപോകണം. ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്ന സ്ഥലത്തേക്ക് 5 ലക്ഷം രൂപയായിട്ട് ഞാൻ യാത്ര ചെയ്യുന്നു, അതാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകും. അതിന് ആവശ്യമായ രേഖകൾ കാണിക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്ത് മാർഗ്ഗമുള്ളൂ. പിന്നെ കഴിവതും ഇനിയിപ്പോൾ ഇന്ന കാലത്ത് 2 കൂടുതൽ എമൗണ്ട് കൊണ്ട് യാത്ര ചെയ്താൽ മസ്റ്റായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. വണ്ടിയുടെ മേളിൽ ക്യാമറയൊക്കെ വെച്ചിട്ട് പോകുന്നില്ല, അത് ശരിക്കും പോകുന്നതും ഇതുപോലെ തന്നെ ഈ പോസ്റ്ററും ബാനറൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണോ, അതോ ഈ ലൊക്കേഷനൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണോ? അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തേക്കുന്ന ഏരിയകളിൽ എല്ലാവിധ ഉത്തരവാദിത്വം അവർക്കാണ്. എന്നുവെച്ചാൽ അവരുടെ കൂടെ ഒരു പോലീസുകാരൻ കാണും. അപ്പം ഒരു സമ്മേളനം നടക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരു ടീം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും തടഞ്ഞെന്ന് വിചാരിക്കുക.
ഇവരെ അന്നേരം ഇൻഫോം ചെയ്യുകയോ ചെയ്യേണ്ടി. ഇവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ടത്. ഇവരെ അസാന്നിധ്യം വന്നാലും ഇവരെ ഇൻഫോം ചെയ്യാം. ഇവർക്ക് ക്യാമറ ഇതിലല്ലെങ്കിൽ പോലും ഇവരുടെ മേളിൽ വെച്ചേക്കുന്ന ക്യാമറ നെറ്റിലൂടെ സാറ്റലൈറ്റിലൂടെ അല്ല അവിടെ മെയിൻ ഇലക്ഷൻ ഓഫീസർക്ക് ഇരുന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും റോങ് നടന്നാൽ പെട്ടെന്നൊരു ആക്ഷൻ സാഹചര്യമല്ലേ. ചിലപ്പം ഇപ്പം ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരാളെ എന്തോ വിഷയം വന്നു, ആൾക്കാർ അടിക്കാനൊക്കെ വരുമൊക്കെ ഉണ്ടായി. പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ എന്തോ വിഷയമായി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ വേണ്ടേ? അങ്ങനെ ഒരു കണക്കൂടലാണ് ഒരു രീതിയിലാണ് മെയിനായിട്ട് ക്യാമറ വെച്ചേക്കുന്നത്. വെച്ചാൽ നേരിട്ട് അവർക്ക് കണ്ടുകൊണ്ടിരിക്കാം. മറ്റേ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നതേ ഉള്ളൂ സാധ്യതയുള്ളൂ. അതൊന്ന്. പിന്നെ രണ്ടാമത് പിന്നെ ഈ നമ്മളെ വിട്ടേക്കുന്നതും ഭയങ്കര ഒരു ഉത്തരവാദിത്തമുള്ള ജോലിയായിട്ടാണ്. വെച്ചാൽ വേറൊരു ടീം ഇലക്ഷന് മറ്റേ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി പോകുന്ന ഇതുണ്ട്. അതായത് പ്രായമായവരെ വീട്ടിൽ ചെന്ന് വോട്ട് ചെയ്യിക്കും. അപ്പം ആരോ മാറിക്കയറി വോട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുന്ന ആൾ ഇത് റിപ്പോർട്ട് ചെയ്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആൾക്ക് സസ്പെൻഷനും കൊടുത്തു. ഈ വീഡിയോഗ്രാഫർക്കെതിരെ പ്രശ്നമായി. അങ്ങനെ മൊത്തം വിഷയമായി. വെച്ചാൽ അതുപോലെ നമുക്ക് ഉത്തരവാദിത്തമുള്ള ജോലിയാണ് നമുക്ക് തന്നേക്കുന്നത്. ഒരു ദിവസം നീ മുമ്പേ ചോദിച്ച പോലെ തന്നെ നമ്മൾ പോയില്ലെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെയുള്ള സാറന്മാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. ഇവൻ ഇന്ന് ലീവാന്ന് എഴുതി വെക്കാനൊന്നും പറ്റുകയില്ല. നമുക്ക് വൻ വിഷയം വരും. ഗവൺമെൻറ് എഗ്രിമെൻറ്റാണ്. ഇലക്ഷൻ കമ്മീഷനുമായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ആധാർ കാർഡും പ്രൂഫും എല്ലാം മേടിച്ചിട്ട് നമ്മളുമായിട്ട് വ്യക്തമായിട്ട് ഇതിന് വരാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെ എഴുതി ഒപ്പിട്ടൊക്കെയാണ് മേടിക്കുന്നത്. ഇലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ പറ്റിയോ? അതോ അന്നും ഡ്യൂട്ടി ഉണ്ടായിരുന്നോ ഇലക്ഷൻ്റെ അന്ന്? ഇലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്തിട്ട് വെച്ചാൽ നമ്മുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇലക്ഷൻ്റെ അന്നത്തെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിംഗ് ബൂത്തുകൾ എണ്ണം എടുക്കുക അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളിലെ ഒരു ബൂത്തിൽ ഒരു പാർട്ടിക്കാർ എത്ര രൂപ മുടക്കും. ബൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ഷൻ ബൂത്തല്ല, നമ്മുടെ ഈ ഒരു സ്ലിപ്പ് തരാൻ വേണ്ടിയിട്ട് അവിടെ ഇവിടെ മാറി ഓഫീസുകൾ ഇടുകയല്ലേ, മനസ്സിലായ സംഭവം. അവിടെ ചിലപ്പോൾ ഉള്ള പോസ്റ്ററും ഫ്ലെക്സും എല്ലാം കൊണ്ട് വെക്കും. അതിൻ്റെ എണ്ണം എടുക്കുക എന്നുള്ളൊരു വർക്കായിരുന്നുകൊണ്ട് ഞങ്ങൾ തലേദിവസം വൈകിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് നിന്നുകൊണ്ട് ഇതിൻ്റെ എണ്ണയെല്ലാം എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഓടിച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് വന്നുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ മറ്റ് വിഭാഗക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി കുറേ ടീമുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പോസ്റ്റൽ വോട്ട് ചെയ്തവരൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ ടീമിനെ സംബന്ധിച്ചുള്ളവർക്ക് വോട്ട് ചെയ്യുന്നതിന് വേറെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ലായിരുന്നു.